നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ചരിത്ര പുരുഷനും വീരസാഹസികനുമായ ആ തച്ചോളിയൊതേനൻ്റെ കഥയുടെ 8ാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. തച്ചോളിയൊതേനൻ്റെ ഈ കഥാഭാഗത്തിൽ പറയുന്നത് കൊടുമല കുഞ്ഞിക്കണ്ണൻ്റെ കടും ചോരയെക്കുറിച്ചാണ്. കോട്ടയത്ത് നാടുവാഴിത്തമ്പുരാൻ്റെ പ്രബല ശത്രുവായിരുന്നു കൊടുമല കുഞ്ഞിക്കണ്ണൻ. ഒരു കാലത്ത് തമ്പുരാൻ്റെ ആശ്രിതനായിരുന്ന കുഞ്ഞിക്കണ്ണൻ പല കുതന്ത്രങ്ങളും പ്രയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ധാരാളം ഭൂമി പാട്ടത്തിനെടുക്കുകയും പിന്നീട് പാട്ടം കൊടുക്കാതെ രാജാവിനെ വഞ്ചിക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ കാലക്രമേണ രാജാവിന് അവകാശപ്പെട്ട പാട്ടം കൂടി കുഞ്ഞിക്കണ്ണൻ പിരിച്ചെടുക്കുവാൻ തുടങ്ങി. ചോദ്യം ചെയ്യാനെത്തിയ രാജകിങ്കരന്മാരെ അവൻ വിരട്ടി ഓടിച്ചു. അവൻ കൂടുതൽ സൈന്യത്തെ സ്വരുക്കൂട്ടി രാജ്യം ആക്രമിക്കുവാനും രാജാവിനെ വധിക്കുവാനും തിട്ടമിട്ടു. ഉടനെ പ്രതിരോധത്തിനുള്ള നടപടിയെടുത്ത് കുഞ്ഞിക്കണ്ണനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ രാജ്യത്തിനും തനിക്കും വൻ വിപത്ത് സംഭവിച്ചേക്കാം. തമ്പുരാൻ തൻ്റെ സജീവന്മാരുമായി കൂടി ആലോചിച്ചു. മെയ്ക്കരുത്തും കൈക്കരുത്തുമുള്ള അംഗച്ചേകവന്മാരെ വിളിച്ചു വരുത്തി കുഞ്ഞിക്കണ്ണനോട് പാട്ടക്കുടിശ്ശിക പിരിച്ചെടുക്കണമെന്നും വേണ്ടിവന്നാൽ അവനെ വധിച്ചു കളയണമെന്നും തീരുമാനമായി. പടക്കുറപ്പന്മാരിൽ ആരെയാണ് വിളിച്ചു വരുത്തേണ്ടതെന്ന് തമ്മിൽ തർക്കമുണ്ടായെങ്കിലും വീരപരാക്രമിയായ തച്ചോളിയൊതേനനെ തന്നെ മതിയെന്ന് ഏകകണ്ഠമായി തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ കോട്ടയത്ത് രാജാവിൻ്റെ കുറിമാനവുമായി ദൂതൻ തച്ചോളി മാണിക്കോത്ത് ചെന്നു ചേർന്നു. അക്കാലത്ത് നാട്ടരജന്മാർ തമ്മിലുള്ള പക പോക്കുന്നതിനും പ്രശ്നപരിഹാരമുണ്ടാക്കുന്നതിനും പടക്കുറുപ്പന്മാർ തമ്മിൽ അംഗം വെട്ടി തീരുമാനമെടുക്കുന്നതായിരുന്നു പതിവ്. അംഗച്ചേകവന്മാരുടെ ജയപരാജയങ്ങളായിരുന്നു അന്തിമ വിധി. അങ്ങനെ കോട്ടയത്ത് തമ്പുരാന്റെ കുറിമാനം വായിച്ച തച്ചോളിയൊതേനൻ അടുത്ത നാൾ വന്ന് തമ്പുരാനെ മുഖം കാണിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ദൂതനെ യാത്രയാക്കി. പിറ്റേന്ന് ലോകനാർക്കാവിൽ കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തച്ചോളിയൊതേനൻ കണ്ടാച്ചേരി ചാപ്പനുമൊത്ത് കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു. കോവിലകത്തെത്തിയ ഒതേനൻ കോട്ടയത്ത് തമ്പുരാനെ മുഖം കാണിച്ചു. തമ്പുരാൻ കൊടുമല കുഞ്ഞിക്കണ്ണൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് ഒതേനനോട് പറഞ്ഞു. തമ്പുരാൻ വിഷമിക്കണ്ട, നാളെ തന്നെ കൊടുമലയ്ക്ക് പോയി കുഞ്ഞിക്കണ്ണനെ ഞാൻ കാണുന്നുണ്ട്. ഹേയ്, ഒതേനൻ ഒറ്റയ്ക്കോ? തമ്പുരാൻ സംഭ്രമത്തോടെ ചോദിച്ചു. ഹേ, ഞാൻ തനിച്ചല്ല, കൂട്ടത്തിൽ ഉറ്റ ചങ്ങാതി എൻ്റെ ഈ കണ്ടാച്ചേരി ചാപ്പനുമുണ്ടാകും. അല്ല ഒതേന, കൊടുമല കുഞ്ഞിക്കണ്ണൻ അപകടകാരിയാണ്. നമ്മെ വധിക്കാനും നാട് സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുന്നവനാണ്. ഈ ഒറ്റയ്ക്കുള്ള കണ്ടുമുട്ടൽ ആപത്തിൽ കലാശിച്ചേക്കാം. ഇനി സൈന്യ സഹായമോ മറ്റോ വേണമെങ്കിൽ ആവശ്യപ്പെട്ടോളുക. തമ്പുരാനെ, ഒരു പടക്കുറുപ്പിൻ്റെ ജീവന് എപ്പോഴും ഭീഷണി ഉണ്ടാകാം. സുഖനിദ്ര പോലും അവന് വിധിക്കപ്പെട്ടിട്ടുള്ളതല്ല. കുഞ്ഞിക്കണ്ണനെന്ന അത്യാഗ്രഹിക്കു വേണ്ടി ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് ദേശത്തിൻ്റെ സമ്പത്തും സമാധാനവും നഷ്ടപ്പെടുത്തണമെന്നില്ല. അവിടുന്ന് തച്ചോളിയൊതേനനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഏതു വിധേനയും അവനെ അമർച്ച ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അങ്ങ് സുഖമായി കിടന്നുറങ്ങിക്കോളൂ. ഇപ്രകാരം കോട്ടയത്ത് തമ്പുരാനെ സമാധാനിപ്പിച്ച ശേഷം തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അറയിൽ തച്ചോളിയൊതേനനും ചാപ്പനും സുഖമായി ഉറങ്ങി. അങ്ങനെ അടുത്ത പ്രഭാതത്തിൽ തച്ചോളിയൊതേനൻ കുളി കഴിഞ്ഞ് കച്ച മുറുക്കി ആയുധങ്ങളെല്ലാം എടുത്ത് ചാപ്പനും ഒരുമിച്ച് കൊടുമല കുഞ്ഞിക്കണ്ണൻ്റെ വസതിയിലേക്ക് പുറപ്പെട്ടു. തച്ചോളിയൊതേനൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. ആ തീരുമാനം സന്തത സഹചാരിയായ കണ്ടാച്ചേരി ചാപ്പനോട് പോലും ഒതേനൻ പറഞ്ഞില്ല. കുറേ ദൂരം യാത്ര ചെയ്ത് കൊടുമല കുഞ്ഞിക്കണ്ണൻ്റെ അധികാര പരിധിയിൽപ്പെട്ട പ്രദേശത്തെത്തിയപ്പോൾ ആയുധധാരികളായ ചില ഭടന്മാർ പാഞ്ഞു വന്ന് ഒതേനൻ്റെ വഴി മറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, നിൽക്കിൻ, ആരാണ് നിങ്ങൾ? കുഞ്ഞിക്കണ്ണൻ്റെ ഉത്തരവില്ലാതെ ആരെയും കടത്തിവിടില്ല. വഴി മാറി നിൽക്കിൻ, ഞങ്ങൾ
കുഞ്ഞിക്കണ്ണനെ കാണാൻ പോകുന്നവരാണ്. സാധ്യമല്ല, അനുവാദമില്ലാതെ പൊയ്ക്കൂടാ. നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കിൻ. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ പോയി ചോദിച്ചു വന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം. ഓഹോ, കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നാടുവാഴുന്നവരെ പോലും കാരണം കൂടാതെ അനുസരിക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ, ഒതേനൻ അസഹിഷ്ണുതയോടെ പറഞ്ഞു. ഓഹോ, അങ്ങനെയെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞ് ഭടന്മാർ ഒതേനന്റെയും ചാപ്പന്റെയും നേർക്ക് കുന്തങ്ങൾ നീട്ടി. അതു കണ്ട് ക്ഷുഭിതനായ തച്ചോളി ഒതേനൻ ഉറുമി വലിച്ചൂരിയെടുത്ത് മിന്നൽ വേഗത്തിൽ ചുഴറ്റിക്കൊണ്ട് വട്ടത്തിൽ കറങ്ങി. ഉറുമി തലപ്പ് തട്ടി ഭടന്മാരുടെ കയ്യിലെ കുന്തങ്ങൾ തെറിച്ചുപോയി. അത് കണ്ടപാടെ പേടിച്ചു വിറച്ച് അവർ ഓടി രക്ഷപ്പെട്ടു. ആ സമയത്ത് പതിവില്ലാത്ത ശബ്ദം കേട്ട് കുഞ്ഞിക്കണ്ണനും കൂട്ടരും സംശയത്തോടെ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഒതേനനും ചാപ്പനും കുഞ്ഞിക്കണ്ണന്റെ നേരെ നടന്നു ചെന്നു. ഏയ്, ആരാണ് നിങ്ങൾ? കൊടുമല കുഞ്ഞിക്കണ്ണൻ ഈർഷയോടെ ചോദിച്ചു. ഞാൻ തച്ചോളി ഒതേനൻ, ഇവൻ കണ്ടാച്ചേരി ചാപ്പൻ. ഓ, കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അല്ല, ഈ വരവിൻ്റെ ഉദ്ദേശം? ഈ വരവിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. കോട്ടയത്തു തമ്പുരാന്റെ കൽപ്പന പ്രകാരം നിന്നോട് പാട്ടം പിരിക്കുവാൻ വന്നിരിക്കുന്നവരാണ് ഞങ്ങൾ. എന്തോ തമാശ കേട്ട് രസിച്ചിട്ടെന്ന ഭാവത്തിൽ പൊട്ടിച്ചിരിച്ചിട്ട് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. കോട്ടയത്തെ കൊണഞ്ചൻ തമ്പുരാന്റെ കൂലിപ്പട്ടാളക്കാര് ലേ? എന്നാ കേട്ടോളൂ, പാട്ടം കൊടുക്കുവാൻ കുഞ്ഞിക്കണ്ണന് മനസ്സില്ല. മറിച്ച് ആ തമ്പുരാനോട് പാട്ടം വസൂലാക്കുവാൻ ഈ ഞാൻ ഉടനെ പുറപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ചെന്നറിയിച്ചേക്കൂ. അത് കേട്ടപാടെ ഒതേനൻ പറഞ്ഞു. പാല് കൊടുത്ത കൈക്കു തന്നെ വിഷപ്പാമ്പ് കൊത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊടുമല കുഞ്ഞിക്കണ്ണൻ അത്തരത്തിലൊരു വിഷസർപ്പമാണെന്ന് ഇപ്പോൾ എനിക്ക് നേരിട്ട് മനസ്സിലാവുകയും ചെയ്തു. നിർത്തൂ നിന്റെ അധിക പ്രസംഗം. മര്യാദയ്ക്ക് മടങ്ങിപ്പോയില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കഥ ഞാൻ കഴിക്കും. ആരുടെ കഥയാണ് കഴിയാൻ പോകുന്നതെന്ന് തച്ചോളി ഒതേനന്റെ കൈക്കരുത്ത് നിനക്ക് കാണിച്ചു തരും. ഒതേനൻ കൊടുമല കുഞ്ഞിക്കണ്ണനു നേരെ ഉറുമി ചുഴറ്റി. അത് കണ്ടപാടെ അയാൾ പിന്നാക്കം മറിഞ്ഞ് ഉറുമി കയ്യിലെടുത്ത് ഒതേനനെ നേരിട്ടു. സഹായത്തിന് ഓടിയെത്തിയ കുഞ്ഞിക്കണ്ണന്റെ അനുചരന്മാരുമായി കണ്ടാച്ചേരി ചാപ്പൻ വീറോടെ ഏറ്റുമുട്ടി. കുഞ്ഞിക്കണ്ണൻ പിന്മാറുമ്പോഴൊക്കെ ഒതേനൻ ചാപ്പനെ സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തച്ചോളി ഒതേനനും കൊടുമല കുഞ്ഞിക്കണ്ണനും തമ്മിലുള്ള അംഗംവെട്ട് നാഴികകളോളം നീണ്ടു നിന്നു. കുഞ്ഞിക്കണ്ണന്റെ സഹായികളായ പലരും മരണപ്പെട്ടും അംഗഹീനരായും നിലം പതിച്ചുവെങ്കിലും അയാൾ മാത്രം തച്ചോളി ഒതേനനുമായി തളരാതെ അംഗം വെട്ടി നിന്നു. നേരം വൈകുന്തോറും ഒതേനനും കുഞ്ഞിക്കണ്ണനും വാശി കൂടിക്കൂടി വന്നു എന്നല്ലാതെ ഇരുവരും തളരുകയോ പരസ്പരം വിട്ടുകൊടുക്കുവാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല. സൂര്യൻ പടിഞ്ഞാറേ മാനത്തേക്ക് ചായുവാൻ തുടങ്ങി. വൈകാതെ സന്ധ്യ സമാഗതമാകും. ഇരുട്ടിയാൽ അംഗം നിർത്തേണ്ടി വരും. കുഞ്ഞിക്കണ്ണനെ രക്ഷപ്പെടുവാൻ അനുവദിച്ചാൽ വീണ്ടും അത് കോട്ടയത്ത് തമ്പുരാന് തലവേദനയായി തീരും. ഇന്ന് ഇവിടെ വച്ച് ഇപ്പോ തന്നെ കുഞ്ഞിക്കണ്ണന്റെ കഥ അവസാനിപ്പിക്കണം. ഇങ്ങനെ മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട് തച്ചോളി ഒതേനൻ കുതിച്ചുയർന്ന് മേൽപോട്ട് പൊങ്ങി വീണ്ടും നിലത്ത് കാലൂന്നി വട്ടം ചുറ്റി പരിസരമെങ്ങും പൂഴി പരത്തി. അങ്ങനെ അവസാനത്തെ അടവായ പൂഴിക്കടക്കനടി പുറത്തെടുത്ത തച്ചോളി ഒതേനൻ കൊടുമല കുഞ്ഞിക്കണ്ണന്റെ തലയറുത്ത് നിലത്തിട്ടു. പൂഴി ഒന്നടങ്ങിയപ്പോൾ കുഞ്ഞിക്കണ്ണന്റെ മൃതദേഹം കണ്ട് അവശേഷിച്ചിരുന്ന അവന്റെ അനുചരന്മാർ വിരണ്ടോടി. അങ്ങനെ കോട്ടയത്ത് തമ്പുരാന്റെ പ്രബല ശത്രുവായിരുന്ന കൊടുമല കുഞ്ഞിക്കണ്ണൻ ഒടുങ്ങി. ഉടനെ തന്നെ ചാരന്മാർ മുഖാന്തരം വാർത്തയറിഞ്ഞ തമ്പുരാൻ സന്തോഷിച്ചു. വീരജേതാവായിരുന്ന തച്ചോളി ഒതേനക്കുറുപ്പിനെ സ്വീകരിക്കുന്നതിനായി വിപുലമായ ഏർപ്പാടുകൾ ചെയ്തു. വേണ്ടത്ര പൊന്നും പണവും പാരിതോഷികമായി കൊടുത്ത് ഒതേനനെ സൽക്കരിച്ച് സന്തോഷിപ്പിച്ച് യാത്രയാക്കി.
തച്ചോളി മാണിക്കോത്ത് തറവാട്ടിലെ വീരപുത്രനായ ഒതേനന്റെ പൊൻകിരീടത്തിൽ വീണ്ടും ഒരു വിജയപതക്കം കൂടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വീരസാഹസിക പുരുഷന്റെ കഥയുടെ 8ാം ഭാഗം തൽക്കാലം ഞാൻ നിർത്തുന്നു. ഈ കഥാഭാഗവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.